ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു കുട്ടി വ്ളോഗായിട്ട് വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളെ വ്ളോഗ് കാണും കേട്ടോ. അപ്പം വേറെ ഒന്നല്ല, അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഡേ ആൻഡ് മൈ ലൈഫ് കാര്യങ്ങളൊന്നും എടുക്കലൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ഒരു ഡേ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഡേ ഫുള്ളായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ എണീച്ചിട്ടുണ്ട്. രാവിലെ എന്ന് പറയാൻ മാത്രം അത്ര നേരത്തെ ഒന്നല്ല കേട്ടോ, എന്നാലും കുറച്ച് നേരത്തെ ആയിട്ട് എണീച്ചിട്ടുണ്ടെന്ന്. എന്നാലും ഇന്ന് കുറച്ച് നേരത്തെ പോയി. ഏട്ടൻ രാവിലെ, ഇന്ന് സൺഡേ ആണ് കേട്ടോ, അപ്പോൾ രാവിലെ ഏട്ടൻ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം ഏട്ടൻ എണീച്ച് വാതിലടയ്ക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാനും എണീച്ചതാണ്. അങ്ങനെ രാവിലെ എണീച്ചതാ ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്പട് നല്ല ഉറക്കലാണ്. അപ്പോൾ ഞാൻ എണീച്ചെൻ്റെ മുടിക്കെട്ടൊക്കെ ഒന്ന് അയച്ച് ഒന്ന് 2-3 വട്ടം ഒന്ന് മസാജൊക്കെ ചെയ്ത്, പിന്നെ ഫുള്ള് കിളി പോയിരിക്കും. നല്ല തണുപ്പാണ്, പുറത്തേക്ക് ഇറങ്ങാനും തോന്നുന്നില്ല, എന്നിട്ട് കിടക്കാനും തോന്നുന്നില്ല. അങ്ങനെ ഒരു എൻ്റെ ഉറക്കമൊക്കെ പോയിട്ടോ. കുറേ നേരം ഞാൻ കണ്ണുകൂട്ടിയൊക്കെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. പക്ഷേ നമുക്ക് ഉറക്കം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ. പിന്നെ എണീച്ചു, മുടിയൊക്കെ ഒന്നുണ്ട് നല്ല മസാജൊക്കെ കൊണ്ട് ചെയ്ത് ഒന്ന് പിന്നീടാന്ന് വിചാരിച്ചിട്ട്, പിന്നീടല്ല ഒന്ന് കെട്ടി വെച്ചാൽ മതിയല്ലോ. പിന്നെ ആ പണി ഇങ്ങോട്ട് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് മസാജൊക്കെ ചെയ്ത് സെറ്റപ്പായി മുടിയൊക്കെ ഒന്ന് കെട്ടിയിടുന്നുണ്ട്. അപ്പോൾ ഞാനിതാ വലിയ കുപ്പായിട്ടിട്ട്, ഇത് എന്താണത്, ആരെ കുപ്പായിട്ടാണ് നിങ്ങൾ വിചാരിക്കും. പക്ഷേ രാത്രി ഇങ്ങനെ വലിയ കുപ്പായിട്ട് കിടക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇതെൻ്റെ തന്നെയാണ്. ഇത് ലൂസായിട്ടുള്ളതാണ്, നമ്മൾ ലൂസ് ടൈപ്പാണ്, ഫ്രീ സൈസായിട്ടുള്ളൊരു നമ്മളൊരു ടീഷർട്ടാണ്. അതാണ് അങ്ങനെ രാത്രി ഇങ്ങനെ ഇത് ഇപ്പോൾ തണുപ്പല്ലേ, അപ്പോൾ നല്ല സുഖമായിരിക്കും ഇത് ഇട്ട് കിടക്കാൻ. പിന്നെ ഒരു ഷോർട്സുമാണ് ഇടാറ്. നമ്മൾ റൂമിലാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഇടല്. ഞാൻ എൻ്റെ വീട്ടിലാണ് അധികം ഇടാല്. ഇവിടെ അങ്ങനെ ഇത്ര വലുതൊന്നും ഇവിടെ ഇട്ടെടുക്കലൊന്നുമില്ല. എന്നാൽ വലിയ ടീഷർട്ടല്ലേ, ഞാൻ ഒറ്റ മെലിഞ്ഞിട്ടുമല്ല, അപ്പം ഭയങ്കര ബോറായിരിക്കും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് റൂമിലിടും. റൂമിൽ നല്ല സുഖമാണല്ലോ. മറ്റേത് വലിയ ടീഷർട്ടായിട്ട് ഞാനാണെങ്കിൽ കുഞ്ഞി കോലാണ്, അപ്പോൾ പിന്നെ അതിലേക്ക് തീരെ മാച്ചും ഉണ്ടാവില്ല. അപ്പം ജസ്റ്റ് ഒരു മിഡി പോലെ, അല്ല ഫ്രോക്ക് പോലെ ഇട്ടെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നേരെ ഇനി ബാത്റൂമിലേക്ക് വന്നു. ഇതാ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം, വാഷ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, വാഷ് ചെയ്ത് ഇതിന് ശേഷം ബ്രഷ് എടുത്തു പല്ലേക്കാൻ പോകണം കേട്ടോ. ഞാനിപ്പോൾ കുറേ ആയി നമ്മളങ്ങനെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടില്ലേ, കുറച്ചായി. കുട്ടി വ്ളോഗുകളൊക്കെയാണ് വരൽ. കുഴപ്പമില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ ജോലീൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. എന്തായാലും വീഡിയോ വഴിയേ ഇങ്ങനെ വിടുന്നതാണ്. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും നമുക്ക് വേണം. അപ്പം അതിൻ്റെ ഇടയിൽ അമ്പടു എണീക്കുന്നുണ്ട്. അമ്പടുവിനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഓരോന്ന് കരയും. പിന്നെ അതൊക്കെ വലിയ ടാസ്ക്കാണ്. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ സൗണ്ട് കേട്ടാൽ മതി, ഒന്ന് ഞാൻ ബക്കറ്റൊന്ന് അങ്ങോട്ടാക്കുന്നതിൻ്റെയോ പൈപ്പ് തുറക്കുന്നതിൻ്റെയോ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ആൾ എണീച്ചിട്ടുണ്ട്. പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ ഒന്ന് തുടച്ച് വന്നപ്പോൾ ആൾ എണീച്ച് കരയായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് നേരം ഞാൻ ഉറങ്ങി. കുറച്ച് നേരം ഉറങ്ങി. പിന്നെ എണീച്ചപ്പോൾ അതാ ഇങ്ങനെയാണ് പുറത്തത്തെ വ്യൂ. മേലെ ഇരുന്നിട്ട് ഇങ്ങനെ അമ്പലത്തേക്ക് നോക്കിയിരിക്കുന്നത്. ആ ഷീറ്റ് ഇട്ട് കണ്ടില്ല, അവിടെ അമ്പലത്തിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ പുതിയ അമ്പലം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേൽക്കൂര ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിക്കായിട്ടാണ് ഷീറ്റ് അവിടെ ഇട്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ അമ്പലത്തേക്ക് നോക്കിയിരിക്കും, മഴ പെയ്യുന്നത്, കാപ്പിത്തോട്ടം, കുരുമുളകിൻ്റെത്, അതൊക്കെ ഒരു വൈബാണ് കേട്ടോ രാവിലെ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ നോക്കാൻ. അപ്പം അവിടെ ആരുമില്ല, അവിടെ ചേച്ചി ഏട്ടനും, നമ്മളപ്പുറത്തെ റൂമിൽ ചേച്ചി ഏട്ടനും കിടക്കൽ. അവർ പുറത്ത് തൃശ്ശൂർക്ക് പോയിരിക്കുകയാണ്, രാവിലെ പോയിട്ടുണ്ട് കേട്ടോ. അവർ കസിൻസിൻ്റെ കൂടെ തൃശ്ശൂർ അമ്പലത്തേക്ക്, വടക്കുന്നാഥൻ്റെ അമ്പലത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും ഏട്ടനും അതും മാത്രമേ ഉള്ളൂ ഇന്ന് വീട്ടിൽ. ഏട്ടനാണെങ്കിൽ പുറത്തേക്ക് പോയി, അച്ഛനും പുറത്തേക്ക് പോയി. ഞാനും അമ്മയും അതുമാണല്ല, അത് കിടന്നുറങ്ങുക, നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു സൺഡേ അല്ല, എല്ലാവരും ഒന്ന് ഉറങ്ങട്ടെ, എന്താ അപ്പം എല്ലാവർക്കും ഉറങ്ങണ്ടേ. അപ്പോൾ ഞാൻ എണീച്ചു, താഴേക്ക് വന്നു. എൻ്റെ മെയിനായിട്ടുള്ളൊരു പണിയാണ് അടിച്ചു വാരൽ തുടക്കൽ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കിടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അടിച്ചു വാരൽ തുടക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് താഴെയും മേലെ ഒന്ന് അടിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അടിച്ചു വാരുക, അങ്ങനെ അതിന് മാത്രം ചണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വാരണോണ്ട് അങ്ങനെ വലുതായിട്ട് ബോറായി കിടക്കുക അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഒന്ന് അടിച്ചു വാരിയിട്ട് തുടച്ചിട്ടാൽ നമുക്ക് ഷീബോധിക്ക് വെക്കാനുണ്ടല്ലോ. അപ്പം അമ്മേനോട് ഞാൻ ഷീബോധിക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനാണ് കേട്ടോ ഒന്ന് വെക്കുന്ന ഷീബോധിയൊക്കെ. എനിക്കറിയൊന്നുമില്ല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എനിക്കറിയില്ല, എന്നോട് ചോദിക്കരുത്. അപ്പോൾ ചിലവർ പറയും എന്താ കുളിക്കാണ്ട വെക്കുന്നതൊക്കെ ചോദിക്കും. അങ്ങനെയാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്, എന്നെ കുളിച്ചിട്ട് അങ്ങനെ വെക്കുക എനിക്കറിയില്ല. അവിടെ അമ്മ അങ്ങനെ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇതിൻ്റെ കുറിച്ച് ഈ ഷീബോധിക്ക് വയ്ക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും ആരും എന്നോട് ചോദിക്കരുത്, എനിക്കൊന്നും അറിയാം. ചിലപ്പോൾ പൊട്ടത്തരേക്കും പറയുന്നുണ്ടാവും കേട്ടോ. അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അമ്മ അങ്ങനെ വെക്കുന്ന കണ്ടിട്ട് അതേപോലെ വെക്കും. പിന്നെ എന്തൊക്കെയോ 10 സാധനങ്ങളെന്തോ വെക്കുമല്ലോ,
10 ഒന്നും എനിക്കറിയില്ല, എന്നാലും കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഏട്ടൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഏട്ടൻ കുരയ്ക്കാൻ തുടങ്ങും. അപ്പം അതൊക്കെയാണ്. അപ്പോൾ വേഗം ഒന്ന് തുടച്ചിട്ടാൽ ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോകാമല്ലോ. തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശീബോധിക്ക് വെക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും കുഞ്ഞു പണികളൊക്കെ കണ്ട് കഴിഞ്ഞെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ആയിരിക്കണം. അതാണ് എൻ്റെ മെയിൻ ഹോബി കേട്ടോ. അപ്പം തുടയ്ക്കും. ഇന്ന് പിന്നെ നമ്മൾ അമ്പിളുവിൻ്റെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ അമ്പിളുവിൻ്റെ പിറന്നാൾ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ജൂൺ 26-നാണ്. പക്ഷേ ജൂൺ 26-ന് നമുക്ക് ചില സാഹചര്യം കൊണ്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാനോ ആഘോഷിക്കാനോ ഒന്നും പറ്റില്ല. അവന് 3ാമത്തെ പിറന്നാളാണ് കേട്ടോ. എൻ്റെ കുട്ടിക്ക് 3 വയസ്സായി എന്നുള്ള എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. 3 വയസ്സായിരുന്നു എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കില്ല, ഇവിടെ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അത്രയാണല്ലോ ഇങ്ങനെ അവരെ വലുതാവലും കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അംഗനവാടിയിലും പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആൾ. ജൂൺ 26-ന് 3 വയസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് 2 കേക്ക് കട്ട് ചെയ്തു. അതിൻ്റെ വീട്ടിൽ നിന്ന് ഒന്ന് നമ്മൾ വാങ്ങിച്ചൊരു കേക്ക് ഉണ്ട്. അപ്പോൾ വേറെ ആരും ഇല്ലായിരുന്നു അങ്ങനെ വിളിച്ച് നമ്മൾ വീഡിയോ എടുത്ത് അങ്ങനെ ഇതാക്കാൻ മാത്രം ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് വൈകുന്നേരം എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു 2 കേക്ക് കട്ട് ചെയ്യുക അത്രേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും പൊന്നും പിള്ളേഴ്സും അതുപോലെ അമ്മു ഒക്കെ വന്നിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ചേച്ചി ഏട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഉണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. വൈകുന്നേരമായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. ഇത് നമ്മൾ അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. അന്ന് വൈകുന്നേരം കട്ട് ചെയ്തു. നമ്മൾ ജസ്റ്റ് ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ചെറുതായിട്ട് നമ്മൾ ആഘോഷിച്ചു. വലുതായിട്ടില്ലെങ്കിലും ചെറുതായിട്ട് നമ്മൾ ആഘോഷിച്ചു. അതിൻ്റെ പിക്ക് ഞാൻ ലാസ്റ്റ് ഇതിൽ ഇടാട്ടോ എന്തൊക്കെയാണ് കാട്ടി എന്നുള്ള ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ശീബോധിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറിക്കുന്നത്. അതൊക്കെ അമ്മ വരച്ച് വെക്കുന്നത് കണ്ടിട്ടുള്ള എനിക്കൊരറിവ് മാത്രമേ ഉള്ളൂ. ആരൊന്നും വിചാരിക്കരുത്, എനിക്കൊന്നും അറിയില്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. അപ്പം അറിയുന്നതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. മുക്കുറ്റി, അതുപോലെ മുയൽ ചെവി, അതുപോലെ കറുക, അതൊക്കെയാണ് കേട്ടോ വെച്ചത് ഞാൻ. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടൊന്നുമില്ല. അമ്മ അങ്ങനെ വെക്കുന്നത് കണ്ടാൽ വെറൈറ്റി വെക്കും, അത്രേ ഉള്ളൂ. നമ്മളെ ഈ മുയൽച്ചെവിയൊക്കെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഇവിടുന്ന് കുറേ ചേച്ചിമാരൊക്കെ ഇങ്ങനെ പറിച്ച് കൊണ്ടുപോകണം കാണാം ശീബോധി വയ്ക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ കുറേ അമ്മ തൊഴിലുറപ്പിനൊക്കെ പോയി വരുമ്പോൾ അമ്മ കൊണ്ടുവരുമോ ചെയ്യൽ. അപ്പോൾ അതാ ഇതിലിങ്ങനെ 3 വരയൊക്കെ വരയ്ക്കണം. 3 വര വരച്ച് നടുവിലിങ്ങനെ ചിലയിടത്ത് കിണ്ടിയാണ് തോന്നുന്നത് വെക്കുന്നത്. നമ്മളിവിടെ ഗ്ലാസ്സിലാണ് കേട്ടോ വെക്കുന്നത്. കുഞ്ഞു ഗ്ലാസ്സിലാക്കിയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ 3 എണ്ണം ഒന്ന് ഗ്ലാസ്സിലിടും, പിന്നെ 2 എണ്ണം അപ്പുറത്തും ഇപ്പുറത്തും, പിന്നെ അങ്ങനെ റൊട്ടേഷനായിട്ട് ഓരോന്ന് 3 എണ്ണീച്ച് അങ്ങനെ ആക്കി ഇടുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ 3 വരയൊക്കെ വരച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മേനെ ചോദിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ചേച്ചി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് ഓരോന്ന് പറയുന്നത്. ചേച്ചി ഇങ്ങനെ അമ്മയില്ലേ ശിബോധിക്കുന്ന പ്രത്യേകിച്ച് വേറെ ഒരാൾ വെക്കുന്നതെന്നുള്ളത് കണ്ടുകൊണ്ടേ ഇരിക്കും. അമ്മയില്ലെങ്കിലാണല്ലോ നമ്മൾ ഈ പണികളൊക്കെ എടുക്കുക. പക്ഷേ അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഞാൻ വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതില്ലേ അത് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അമ്മേനെ സംഭവം ഒറ്റയ്ക്ക് തന്നെ 2-3 എണ്ണം അതിൽ വെച്ചു എക്സ്ട്രാ. അതൊന്നും എനിക്കറിയില്ല, എന്തൊക്കെ വെക്കണം എന്തൊക്കെ വെക്കണ്ട എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അമ്മ വയ്ക്കുന്ന ആ ഒരു 3 എണ്ണം ഞാൻ വെക്കുന്നു, അത്രേ ഉള്ളൂ. അമ്മ കൂടുതൽ വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഈ രാവിലെ തന്നെ നമുക്ക് എല്ലതും വെക്കാൻ കിട്ടണമെന്നോ എല്ലതും പാടത്ത് കിട്ടണമെന്നോ എല്ലതും മുറ്റത്ത് കിട്ടണമെന്നോ ഒന്നും ഉറപ്പില്ല. 10 സംഭവങ്ങളൊക്കെ വെക്കുക, അങ്ങനെയൊക്കെ 10 എണ്ണമൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ 10 എണ്ണമൊക്കെ എന്തൊക്കെയാണ് 10 എണ്ണം വെക്കുക, സ്ഥലം ഉണ്ടാവും ഇങ്ങനെയൊക്കെ 10 എണ്ണം വെക്കാൻ. അപ്പോൾ നമ്മളെ കയ്യിലുള്ളതൊക്കെ വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചു. ഭസ്മം നമ്മൾ 3 വര വരച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തത്. അതിന് മേലെ ഗ്ലാസ് വെച്ച് അതിന് മേലെ ഈ കുറ്റി കാര്യങ്ങളൊക്കെ വെച്ച്. അപ്പോൾ അമ്മ ചോദിക്കുക അത് വെച്ചില്ലേന്ന്. അപ്പോൾ ഇത് വെച്ചെന്ന് പറയാം. അപ്പോൾ അമ്മ വീഡിയോ എടുക്കുന്ന അമ്മ കണ്ടിട്ടില്ല, അതാണ് നോക്കുന്നത്. അമ്മ വെച്ചത് എന്താണത് മഹാത്ഭുതം ഇവിടെ നടക്കുന്നത്. അങ്ങനെ അതൊക്കെ വെച്ച് സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചെയ്തിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ഉണങ്ങിയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സ് അലക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ അതെടുക്കുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം, അതെടുക്കാനാകുമ്പോഴത്തേനും നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണങ്ങിയതൊക്കെ എടുത്ത് മടക്കി സെറ്റാക്കി വെച്ചാൽ എനിക്ക് അതൊക്കെ ഒന്ന് അലക്കിയിടാമല്ലോ. പീസുകൾ തന്നെ ഉണ്ടാവും, ചെറിയ കുഞ്ഞതായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മടക്കി വയ്ക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ.
അപ്പോൾ അതാ ഉണങ്ങിയത് എടുക്കലും കാര്യങ്ങളും അതേപോലെ ഉണങ്ങിയ കോട്ട് മടക്കി വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചിരുന്ന വാഷിംഗ് മെഷീനിലെ ഡ്രസ്സൊക്കെ ഒന്ന് അയലുമടാന്ന് വിചാരിച്ചു കേട്ടോ. പ്രത്യേകിച്ചൊന്നുമല്ല, പുറത്ത് നമുക്ക് ഇടാൻ പറ്റായി ഒന്നുമല്ല, അടിപൊളിയായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും കൂടി ഇടാൻ നിന്നാൽ എനിക്ക് ഇടയ്ക്ക് എടുക്കാൻ വേണ്ടി പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയലുമടാൻ നിന്നിട്ടില്ല. പുറത്തത്തെ അയലുമടുക അത്രേ ഉള്ളൂ. അത് ഉണങ്ങി കിട്ടിയാൽ ഇന്ന് രക്ഷപ്പെട്ടല്ലോ. കുറച്ച് ഡ്രസ്സുകളെങ്കിലും ഒന്ന് ഉണങ്ങി കിട്ടിയാൽ. ഇത് ഉണങ്ങൊന്നുമില്ല, മഴയുമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഈ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാറ്റൊക്കെ കൊണ്ട് ബെഡ്ഷീറ്റൊക്കെ കാറ്റൊക്കെ കൊണ്ട് വേഗം ഉണങ്ങും കേട്ടോ. അപ്പോൾ അതാണ് ബെഡ്ഷീറ്റൊക്കെ വേഗം അങ്ങോട്ട് വിരിച്ചിട്ടാൽ സ്ഥലം മെനക്കടിക്കണമല്ലോ വെറുതെ. പിന്നെ നമുക്കാണെങ്കിൽ കുറേ അലക്കാനുണ്ടാവും. കുറേ നമ്മൾ കല്ലുമ്പോൾ അലക്കും, കുറേ നമ്മൾ കുളത്തിൽ പോയി അലക്കും, കുറേ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് അലക്കും. ഫുള്ള് ഷോക്കാണ് കേട്ടോ. ഇപ്പോൾ അലക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം ചില ദിവസം വരെ ഭയങ്കര മൂത്രമൊഴിക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പെടും. ഞാൻ പിന്നെ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എത്രയോ മുന്നേ അത് നിർത്തിയതാണ് കേട്ടോ. ഒരു വർഷം ആവാനായി പാമ്പേഴ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അമ്പുടനായിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇട്ട് കൊടുത്തു. പക്ഷെ അത് വെറുതെ തന്നെ പോയി. അവന് വയറ്റുന്നോക്കായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ജസ്റ്റ് വന്നു. അപ്പം അങ്ങനെ ഷാരു പോയിട്ട് പാമ്പേഴ്സൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അതിലേക്ക് മാച്ചായ പാമ്പേഴ്സൊക്കെ ഇട്ട് പിന്നെ ആൾ ശരിയായി, ഓക്കെ ആയിട്ടോ. അപ്പോൾ അതാ ഫുള്ള് മടക്കിക്കൽ ഒരു ഹാലാണ് കേട്ടോ. മടക്കിക്കല്ലാണ്. ഡ്രസ്സ് അങ്ങോട്ട് മടക്കിക്കുക, അത് ഇങ്ങോട്ട് മടക്കിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ ഒന്ന് ചിക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ പണി നമുക്ക് ഒഴിഞ്ഞ് കിട്ടും. നമുക്ക് വേഗം ഒന്ന് വെയിലൊക്കെ നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഷീറ്റൊക്കെ മേലെ ഉണ്ടല്ലോ. അപ്പോൾ ഷീറ്റ് ചൂടായാൽ തന്നെ നമ്മൾ തിരുമ്പിയതൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ. നല്ല വടി പോലെയാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിരുതേനെ കണ്ട് ചിരുത താഴെ ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ കണ്ട് കുറേ കളിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ താഴെ ഉണങ്ങിയതും കാര്യങ്ങളൊക്കെ ആയിട്ട് മേലേക്ക് പോവുകയാണ് കേട്ടോ. റൂമിൽ നിന്ന് താഴേക്ക് വന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുത്ത് ഇനി അവിടെ മടക്കി വെക്കുക. അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇത്രയും തിരുമ്പിയതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കിയൊക്കെ ഡെയിലി. അത് മടക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുക. കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് സാവധാനത്തിൽ നമുക്ക് ബാക്കി അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിതാ മേലെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കി വെക്കണം. മടക്കി വെക്കൽ നമുക്കൊരു പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു കേട്ടോ. എന്നിട്ട് മേമയ്ക്ക് വിളിക്കും, നമുക്ക് മടക്കി വെക്കുക, ഇവിടെ ഡ്രസ്സുണ്ട്, അതുണ്ട്, ഇവിടെ കുറേ കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കും. പക്ഷെ ഒരുപക്ഷെ എനിക്ക് ഡ്രസ്സ് ഗേൾസ് ആയതുകൊണ്ടായിരിക്കാം, ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗേൾസിൻ്റെ ഡ്രസ്സ് അടിപൊളിയാണ്, പവർ, ഒന്നും പറയാനില്ല. അപ്പം മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. പീസൊക്കെ ഒന്ന് മടക്കി വെച്ചാൽ പിന്നെ കുറേ അങ്ങോട്ട് കഴിയുമല്ലോ. മടക്കി വയ്ക്കുക അതന്നെ ഒരു മെയിൻ ഹോബിയാണ് എനിക്ക്. അവിടെ വന്നാലും മടക്കി വയ്ക്കുക, അവിടെ വന്നാലും മടക്കി വയ്ക്കുക, എവിടെ പോയാലും മടക്കി വയ്ക്കുക, വൃത്തിയാക്കുക, അതാക്കുക, ഇതാക്കുക, ഒന്നും പറയണ്ട. അപ്പം അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് ഒരുപക്ഷെ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാണ്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ പോകലുണ്ട് ചിന്ത, എന്താ എനിക്ക് പറ്റിയത്, എന്താ ഞാൻ പഴയ ഒരു ഇതിലേക്ക് വരാത്തതൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മളെ സാഹചര്യം അങ്ങനെ ആവുമല്ലോ, നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഇരുന്നാൽ ശരിയാവത്തുമില്ല. നമ്മളെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടെന്നറിയാം. എന്നാലും അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ഇടണം, നമ്മൾ ശരിയാവണം, നമ്മളങ്ങനെ വിചാരിച്ച് നിന്നാൽ കാര്യമില്ല, ശരിയാവില്ല. അങ്ങനെയാണല്ലോ. അപ്പം ഞാനിപ്പോൾ ഒക്കെ സെറ്റാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്ത് വെച്ചാൽ അതുകൊണ്ട് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് മടിച്ചാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു മൂഡിന് നല്ലോണം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചിലപ്പം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. ഇപ്പോൾ ഞാൻ കണ്ടോ ഭയങ്കര പണിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് റൂമിൻ്റെ ഉള്ളിൽ കയറും, കിടന്നങ്ങോട്ട് ഉറങ്ങും. പിന്നെ ഉറങ്ങിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് എണീച്ചത്. നല്ലോണം നേരം വൈകിട്ടാണ് ഞാൻ എണീച്ചത് കേട്ടോ. കുറേ നേരം വൈകിയിട്ടുണ്ട്. കുറച്ച് നേരം നല്ലോണം കിടന്നുറങ്ങി. അമ്പടും എണീച്ചിട്ടേ ഇല്ല. അമ്പടും ഇങ്ങനെ എൻ്റെ കൂടെ അവിടെ ഇങ്ങനെ കിടന്നു. അവനും നല്ല ഉറക്കം ഉറങ്ങി. പിന്നെ നല്ല ഉറക്കം ഉറങ്ങിയപ്പോൾ പിന്നെ ഞാൻ എണീപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും ഉറങ്ങിക്കോട്ടെ, രാത്രി ഉറങ്ങാനൊക്കെ ലേറ്റാവും, അപ്പം എന്തായാലും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉറങ്ങി. പിന്നെ എണീക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നസ് ആണല്ലോ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവനൊരു പീറയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എടുത്തോണ്ടോ ഇരിക്കണം, അല്ലെങ്കിൽ കരഞ്ഞും കൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. എന്നാലും ആൾ പഴയ പോലെ ഒന്നല്ല, ആൾ സെറ്റാണ്, ഓക്കെയാണ്, പവറാണ്. അപ്പം എൻ്റെ മടക്കി വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇതാണ് എണീച്ചിട്ടുണ്ട്.
നീച്ച് നമ്മളൊന്ന് ചിരിപ്പിക്കാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിപ്പിക്കാനിട്ട് അതാ അങ്ങോട്ട് നോക്കും ഇതാ ഇങ്ങോട്ട് നോക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കുക. കണ്ട ആൾക്ക് ചിരി വരുന്നുണ്ട്. എന്നാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കും. പിന്നെ ഇങ്ങനെ താഴെ ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ കേട്ട് ഓരോട് വർത്താനം പറഞ്ഞ് അവരെന്താ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ കേട്ട് താഴെ ആരോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഫുഡ് കൊടുക്കലും മേലൊഴിക്കലൊക്കെ കഴിഞ്ഞ് അവനെ ആവി പിടിപ്പിക്കുകയാണ് കേട്ടോ. ആൾക്ക് ജലദോഷമുണ്ട്. അപ്പോൾ ആവിയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പിടിക്കാറ്. വീട്ടിൽ നിന്ന് പിടിച്ച് ഇപ്പോൾ ഒരു ഉച്ചയാവാനായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടൊക്കെ ഉണ്ട്. അത് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം ആവി പിടിക്കാൻ തന്നെ കുറച്ച് സമയം വേണം. അവനിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് ഓരോ വീഡിയോ ഒക്കെ കാണിച്ച് പിന്നെ സ്നാപ്ചാറ്റിൽ ഇങ്ങനെ ഓരോ മോഡൽ ഇങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യും. ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മളെ ഹോബിയാണ് ഇതാ പെൻ നോക്കൽ നമ്മൾ മെയിൻ ഹോബി കേട്ടോ. അപ്പം എൻ്റെ തല നോക്കുമ്പോൾ എൻ്റെ തല നോക്കുമ്പോൾ ബാക്കിൽ ആദ്യം അവളെ തല നോക്കും. പിന്നെ അതിൻ്റെ ഓരോ വിറ്റുകൾ എങ്ങനെ സമയം പോകും. അപ്പം ഇന്നത്തെ വീഡിയോ ബ്ലോഗാണ്. പുതിയതായിട്ട് അറിയുന്ന നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ബായ്. അപ്പം ഇനി നമ്മൾ എന്തൊക്കെ വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിലെന്തായാലും പോലെ വീഡിയോ ആയിട്ട് ഡെയിലി ഇടും കേട്ടോ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ കുറേ ബ്രേക്ക് എടുത്തുകൊണ്ട് കുറേ വ്യൂസ് കുറഞ്ഞു, എല്ലാതും കുറഞ്ഞു. പക്ഷെ നമ്മൾ സെറ്റായി വരും, പവറായി വരും. ഓക്കെ ബായ്.